പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പ്രോബ്ലംസ് അതുപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്സിലെ വളരെ പ്രധാനപ്പെട്ട പ്രോബ്ലംസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസും വൺ വേർഡ് ക്വസ്റ്റ്യൻസും ആണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കാണുക, അതുപോലെ തന്നെ അതിലത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിക്കുക. പ്രോബ്ലംസ് നന്നായി വർക്കൗട്ട് ചെയ്യുക. ഈ മോഡൽ പ്രോബ്ലംസ് ആയിരിക്കും എക്സാമിന് ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത്. ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ആ മോഡൽ പ്രോബ്ലംസ് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചിട്ട് എക്സാമിന് പോവാം. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, പാർട്ട്നർ സാലറി ഈസ് ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. പാർട്ട്നർ സാലറി ഡെബിറ്റ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിനെയാണ്? എൻട്രി വരുന്നത് എന്താണ്? പാർട്ട്നർ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ഏതാ വരുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് വരിക. ആൻസർ ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് വരിക. എൻട്രി ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്താ ചെയ്യണത്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണെങ്കിൽ സാലറിനെ അവരെന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യാണ്. പാർട്ട്നർ സാലറിയിൽ ഈസ് ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. In the absence of any agreement, partners will share profit and losses in the dash ratio. Partnership deed എന്നുള്ള അഗ്രിമെന്റിന്റെ അഭാവത്തില് പ്രോഫിറ്റോ ലോസോ വന്നു കഴിഞ്ഞാൽ ഫേമിൽ വരുന്ന പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമ്മൾ ഷെയർ ചെയ്യുന്ന റേഷ്യോ എന്നുള്ളത് എങ്ങനെയാണ്? ഗെയിനിങ് ആണോ, ഈക്വൽ ആണോ, സാക്രിഫൈസിങ് ആണോ, ക്യാപിറ്റൽ ആണോ? എന്താ വരുന്നത്? ഈക്വൽ റേഷ്യോയിലാണ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തുല്യമായിട്ടാണ് പാർട്ട്നേഴ്സിനെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എന്ത് നമ്മൾ അവിടെ വരുന്ന പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ അഭാവത്തില് അങ്ങനെയുള്ള അഗ്രിമെന്റിന്റെ അഭാവത്തിൽ നമ്മൾ അവിടെ വരുന്ന പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഷെയർ ചെയ്യുന്നത് ഈക്വൽ ആയിട്ടാണ്. തേർഡ് വൺ, which of the following account is credited to the interest on capital under fixed capital method? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കറിയാം. മെത്തേഡ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ രണ്ട് മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും മറ്റൊന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിന്റെ പ്രത്യേകത എന്താണ്? അതിൽ രണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒന്ന് ഏതാണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും മറ്റൊന്ന് പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ടും. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്ന ക്യാഷ് അല്ലെ, ഒരു ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരുന്ന ക്യാഷ് ആയാലും അതുപോലെ തന്നെ പെർമനന്റ് വിഡ്രോവൽസ് ആയാലും മാത്രമാണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എഴുതുന്നത്. എന്നാൽ പാർട്ട്നേഴ്സിന്റെ കറന്റ് അക്കൗണ്ടിൽ ബാക്കി വരുന്ന സാലറി ആയാലും കമ്മീഷൻ ആയാലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയാലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയാലും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും എഴുതുന്നത് ഏതിലാണ്? പാർട്ട്നേഴ്സിന്റെ കറന്റ് അക്കൗണ്ടിലാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട്. കറക്റ്റ് ആൻസർ ഏതാ വരിക? കറന്റ് അക്കൗണ്ട് ആണ്. കാരണം എന്താണ്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ രണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ പാർട്ട്നേഴ്സിന്റെ കറന്റ് അക്കൗണ്ടിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസ്, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, അത് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഫൈൻഡ് ഓഡ് വൺ ആൻഡ് സ്റ്റേറ്റ് ദ റീസൺ. ഒറ്റയാനെ കണ്ടെത്തിയതിന്റെ കാരണം വ്യക്തമാക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, സാലറി ടു പാർട്ട്നേഴ്സ്, ബോണസ് ടു പാർട്ട്നേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. സാലറി ടു പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന സാലറി, അതും എന്താണ്? പ്രോഫിറ്റിന്റെ ഒരു അപ്രോപ്രിയേഷൻ ആണ്. ബോണസ് ടു പാർട്ട്നേഴ്സ്, അതും പ്രോഫിറ്റിന്റെ ഒരു അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, എന്നാൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അതെന്താണ്? ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. അതായത് ചില സമയങ്ങളിൽ പാർട്ട്നേഴ്സ് ഫേമിന് ലോൺ കൊടുക്കും. ആ ലോൺ കൊടുക്കുമ്പോൾ പാർട്ട്നേഴ്സിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അതായത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അവർ ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്നുള്ളത് എന്താണ്? ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. എന്താ പറയാ? ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. ഓർത്ത് വയ്ക്കുക, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്നുള്ളത് എന്താണ്? ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. What is the journal entry to be passed for transferring partner's salary to partner's capital account? അതായത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാർട്ട്നേഴ്സ് സാലറി പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള എൻട്രി എന്താണ് വരിക? പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്.
അപ്പൊ ജനറൽ എൻട്രി എന്താണ്? പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓർത്ത് വയ്ക്കുക, അത് 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. നമ്മൾ പറഞ്ഞ വേറൊരു മെത്തേഡിൽ പറഞ്ഞതാണ്, വേറൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞതാണ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞു. ഒന്ന് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും മറ്റൊന്ന് പാർട്ട്നേഴ്സിന്റെ കറന്റ് അക്കൗണ്ടും. അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഏത് അക്കൗണ്ടിലാണ്? പാർട്ട്നേഴ്സിന്റെ കറന്റ് അക്കൗണ്ടിലാണ്. ഓക്കെ, പാർട്ട്നേഴ്സിന്റെ കറന്റ് അക്കൗണ്ടിലാണ് വൺ വേർഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫിക്സഡ് മെത്തേഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിലാണ്? ഏതാണ് വരിക? പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട്. Partners' capital account and current account are not maintained separately under dash method of maintaining capital account. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട് എന്നുള്ളത് സെപ്പറേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാത്ത ക്യാപിറ്റൽ അക്കൗണ്ട് ഏതാണ്? നമുക്കറിയാം 2 ടൈപ്പുള്ള മെത്തേഡാണ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും മറ്റൊന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. അതിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ പറഞ്ഞു 2 അക്കൗണ്ട് ഉണ്ട്. ഏതൊക്കെയാണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ടും. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ ആകെ ഒരു അക്കൗണ്ട് മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മളിവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറന്റ് അക്കൗണ്ട് ആർ നോട്ട് മെയിൻറ്റെയിൻ സെപ്പറേറ്റ്ലി. അതായത് സെപ്പറേറ്റ് ആയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടും കറന്റ് അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യാത്ത മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ഏതാണ്? അപ്പൊ അതേതാണ്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. കാരണം എന്താ? അതില് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, വേറൊരു കറന്റ് അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഏതാ വരിക? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. 8th one, if partners are entitled to interest on capital as per agreement, such interest is payable. പാർട്ട്നേഴ്സിന് അവകാശമുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടാനായിട്ട്. ആസ് പെർ അഗ്രിമെന്റ്, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനായിട്ടുള്ള അവകാശം ആർക്കുണ്ട്? പാർട്ട്നേഴ്സിനുണ്ട്. അത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സച്ച് ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഓൺലി ഔട്ട് ഓഫ് ബാങ്ക് ബാലൻസ്, ഓൺലി ഔട്ട് ഓഫ് ക്യാപിറ്റൽ, ഓൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്, ഓൺലി ഔട്ട് ഓഫ് സെയിൽസ്. ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ വരിക? ഓൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഓൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. കാരണം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് പാർട്ട്നേഴ്സിന് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ അടിസ്ഥാനത്തിൽ ഇൻട്രസ്റ്റ് കിട്ടാനായിട്ടുള്ള അവകാശം ഉള്ളത്. Profit and loss appropriation is an extension of capital account, current account, trading account, profit and loss account. ഒരു സോൾ പ്രൊപ്രൈറ്ററി ഫേം ആണെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ആ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് പാർട്ട്ണർഷിപ്പിന്റെ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഏതിന്റെ എക്സ്റ്റൻഷൻ ആണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എക്സ്റ്റൻഷൻ ആണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. എ പാർട്ട്ണർ ഈസ് എൻടൈറ്റിൽഡ് ടു ഗെറ്റ് 6% per annum as പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, റെമ്യൂണറേഷൻ. ഒരു പാർട്ട്ണർക്ക് അവകാശമുണ്ട് 6% ഇൻട്രസ്റ്റിന്. നമുക്കറിയാം പാർട്ട്നേഴ്സ് ചില സമയങ്ങളിൽ ലോൺ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചില അഡ്വാൻസുകൾ കൊണ്ടുവരാറുണ്ട് ഫേമിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കൊടുക്കുന്ന അഡ്വാൻസ് അല്ലെങ്കിൽ ലോണിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സിന് എന്ത് കിട്ടാനുള്ള അവകാശമുണ്ട്? ഇൻട്രസ്റ്റ് കിട്ടാനായിട്ടുള്ള അവകാശമുണ്ട്. അത് ഫേമിന് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ അഭാവത്തിൽ അല്ലെങ്കിൽ അത് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ഏത് പെർസെൻറ്റേജ് ആണ്? 6%ലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട്ണർ ഈസ് എൻടൈറ്റിൽഡ് ടു ഗെറ്റ് 6% per annum as എന്താണ് അതിനുള്ള റൈറ്റ് ഉള്ളത്? പ്രോഫിറ്റിനാണോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനാണോ, ഇൻട്രസ്റ്റ് ഓൺ ലോണിനാണോ, റെമ്യൂണറേഷനാണോ? അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ലോണിന്റെ കേസിലാണ് ഈ 6% എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ലോണ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റിന്റെ റേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ എത്ര കൊടുത്തിരിക്കണം? 6% ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. 11th question. Identify the name of account which is prepared to show how the profit are distributed among the partners. പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന
അതിനുവേണ്ടി തയ്യാറാക്കുന്ന ഏത് അക്കൗണ്ട് ആണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നെക്സ്റ്റ് വൺ, when partnership deed is silent about salary, which one of the following partner will get salary? Sleeping partner, active partner, guaranteed partner, none. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണെങ്കിൽ, അതായത് സാലറിയുടെ കാര്യത്തിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണെങ്കിൽ താഴെ പറയുന്ന ഏത് പാർട്ട്ണർക്കാണ് സാലറി ലഭിക്കുന്നത്? സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണോ, ആക്റ്റീവ് പാർട്ട്ണർ ആണോ, ഗ്യാരണ്ടീഡ് ആണോ, അതോ ഇവയിൽ ഒന്നുമല്ലാത്ത ഒരു വിഭാഗം? അപ്പൊ ഏതാണ് വരിക അതില്? നണ്ണാണ്. കാരണം പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള പാർട്ട്നേഴ്സിനും എന്ത് കിട്ടില്ല? സാലറി കിട്ടാനായിട്ടുള്ള റൈറ്റ് ഇല്ല. Partners' capital account and current account are not maintained separately under dash of maintaining capital account. Partners' capital account ഉം current account ഉം are not maintained separately. അതായത് സെപ്പറേറ്റ് ആയിട്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും സെപ്പറേറ്റ് ആയിട്ട് തയ്യാറാക്കാത്ത ഏത് തരത്തിലുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് ആണുള്ളത്? നമുക്കറിയാം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണ്. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും നമ്മൾ തയ്യാറാക്കുന്നത് ഏതിലാണ്? ഫിക്സഡ് മെത്തേഡിലാണ്. ഇത് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ നമുക്ക് എന്താണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം തയ്യാറാക്കിയാൽ മതി. കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടിന്റെയും രണ്ടിന്റെയും ആവശ്യം ഇല്ല. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇസ് ഡെബിറ്റഡ് ഡാഷ് അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്യുന്നത് ഏതിലാണ്? പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിലാണ്. ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യുന്നത് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിലാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ വേറൊരു വിധത്തിലാണ് ചോദിച്ചിരുന്നതാണ്. Under fixed capital method, interest on drawings should be shown in dash account. അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണിക്കുന്നത് ഏത് അക്കൗണ്ടിലാണ്? പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിലാണ്. ഓക്കെ, പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണിക്കേണ്ടത് ഏത് അക്കൗണ്ടിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലാണ്. ഫസ്റ്റ് ഡിഫറൻസ് നമ്പർ ഓഫ് അക്കൗണ്ട്സ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ രണ്ട് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഒന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, മറ്റൊന്ന് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു അക്കൗണ്ട് മാത്രമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ അതിന്റെ ഫോർമാറ്റ് പറഞ്ഞു കഴിഞ്ഞതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഫോർമാറ്റും അതിന്റെ അക്കൗണ്ട്സുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സെക്കൻഡ് പോയിന്റ്, നേച്ചർ ഓഫ് അക്കൗണ്ട് ഓർ ബാലൻസ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡില് ബാലൻസ് ഫിക്സഡ് ആയിരിക്കും, അതായത് അൺഅൾട്ടേർഡ് ആണ്. ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കില്ല, അൺഅൾട്ടേർഡ് ആണ്. രണ്ട് കേസസിലാണ് അതിൽ നമുക്ക് മാറ്റങ്ങൾ വരാറുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്താലും പെർമനന്റ് ആയിട്ടുള്ള വിഡ്രോവൽസ് ഉണ്ടെങ്കിലും നമുക്ക് ക്യാപിറ്റലിൽ ചേഞ്ചസ് വരാം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ. അതർവൈസ് ഇറ്റ്സ് റിമൈൻസ് എന്താണ്? അൺഅൾട്ടേർഡ്, അങ്ങനെയാണ് പറയാം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഫ്ലക്ച്വേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും, ബാലൻസിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. Then third one, adjustments. Adjustments like interest on capital, interest on drawings are made in the current account. അതായത് കറണ്ട് അക്കൗണ്ടിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകൾ കാണിക്കുന്നത് ഏതൊക്കെയാണ്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എല്ലാം വരുന്നത് പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലാണ്. എന്നാൽ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ഐറ്റംസ്, അതായത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ വിഡ്രോൺ ചെയ്യുന്നത്, അഡീഷണൽ ക്യാപിറ്റൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ വരുന്നത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. നമുക്കറിയാം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ രണ്ട് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും. അപ്പൊ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്നത് പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലാണ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ മെയ്ഡ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഇറ്റ്സെൽഫ്. നമ്മൾ പറഞ്ഞു ഓൺലി വൺ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. ഒരു അക്കൗണ്ട് മാത്രമാണ് നമ്മൾ അതിൽ പ്രിപ്പയർ ചെയ്യുന്നത്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ മെയ്ഡ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഇറ്റ്സെൽഫ്. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം നമ്മൾ കാണിക്കുന്നതും എവിടെ തന്നെയാണ്? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്രമാണ്. Then fourth one, appearance in the balance sheet. Both capital and current accounts appear. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡില് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് നമ്മൾ അതിൽ കാണിക്കുക. അതായത് ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുന്നത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. സ്പെസിഫിക് മെൻഷൻ, ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്കലി മെൻഷൻ ഇൻ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡില്
നമ്മൾ മെൻഷൻ ചെയ്യണം. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡില് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യണം. പാർട്ട്ണർഷിപ്പ് ഡീഡില് നിർബന്ധമായിട്ടും ഷുഡ് ബി സ്പെസിഫിക്കലി മെൻഷൻ ഇൻ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ അത് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ഫ്ലക്ച്വേറ്റ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല, സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ക്രെഡിറ്റ് ടു ഡെബിറ്റ് ബാലൻസ്. ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾവേസ് ഷോ എ ക്രെഡിറ്റ് ബാലൻസ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡില് ബാലൻസ് കാണിക്കുന്നത് എല്ലായ്പ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലോ ഇറ്റ് വിൽ സംടൈംസ് ഷോ എ ഡെബിറ്റ് ബാലൻസ്. ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും നോർമലി കാണിക്കുക, ബട്ട് സംടൈംസ് എപ്പോഴെങ്കിലും ഡെബിറ്റ് ബാലൻസും കാണിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയും ഡിഫറൻസ് ആണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള ഒരു 6 ഡിഫറൻസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5 മാർക്കിന്റെയോ അല്ലെങ്കിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ഡിഫറൻസ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ള ഒരു തിയറിയാണ്. നന്നായി പഠിക്കുക. M and N. Example for M and N are partners sharing profit and losses in the ratio of 3:2. അവര് എമ്മും എന്നും പാർട്ട്നേഴ്സ് ആണ്. ഷെയർ ചെയ്യുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. Their capital balance on 1st January 2010 were 40,000. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അവർ വരുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2. അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ പറഞ്ഞു 40,000 30,000 ആണ്. ഓക്കെ, 1st January ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ് തന്നിട്ടുള്ളത്. ഓൺ 1st July, ജൂലൈയില് എം ഹാഡ് വിഡ്രോൺ 10,000. എം എത്ര വിഡ്രോൺ ചെയ്തു? 10,000. 1st September 2010 എം വിഡ്രോൺ ചെയ്തത് എത്രയാ? 6,000 ആണ് വിഡ്രോൺ ചെയ്തത്. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ at the rate of 6% per annum for the year ending 31st December 2010. നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 6% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എമ്മും എൻ ആണ് പാർട്ട്നേഴ്സ്. അവർ ഷെയർ ചെയ്യുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2. ഓപ്പണിംഗ് ക്യാപിറ്റൽ 40,000 30,000 കൊണ്ടുവരുന്നുണ്ട്. ജൂലൈയിൽ എം എത്ര വിഡ്രോൺ ചെയ്തു? 10,000 വിഡ്രോൺ ചെയ്തു. സെപ്റ്റംബറിൽ എൻ വിഡ്രോൺ ചെയ്യുന്നത് 6,000 ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് 6% തന്നിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് എം. എമ്മിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് ഇവിടെ നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇൻട്രസ്റ്റ് ഓൺ 40,000 നമ്മൾ ആദ്യം പറഞ്ഞു എന്ന് വരെയാണോ വിഡ്രോൺ ചെയ്യുന്നത് അതുവരെയുള്ള ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 40,000 ആണ് ഇൻട്രസ്റ്റ് ഓപ്പണിംഗ് ക്യാപിറ്റൽ എമ്മിന്റെ. 1st January ആണ് നമുക്ക് അത് കൊണ്ടുവരുന്നത്. എന്നാണ് വിഡ്രോൺ ചെയ്യുന്നത്? 1st Julyയിലാണ് വിഡ്രോൺ ചെയ്യുന്നത്. അപ്പൊ 1st July നമ്മൾ പീരീഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ 1st January മുതൽ 30th June വരെയുള്ള ഇൻട്രസ്റ്റ് ആണ് ആദ്യം കണ്ടെത്തേണ്ടത്. 1st July കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം 1st July ആണ്. അതുകൊണ്ട് നമ്മൾ ആ മാസം എടുക്കാനായിട്ട് പാടില്ല. അപ്പൊ നമ്മൾ എടുക്കേണ്ട പീരീഡ് ഇവിടെ എത്രയാണ്? ജനുവരി മുതൽ ജൂൺ വരെയുള്ള പീരീഡ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. എത്ര മാസം വന്നു? 6 months വന്നു അല്ലെ? അപ്പൊ 40,000 into 6/100 into 6/12. വിഡ്രോവല് വരുന്നത് അതിനുശേഷമാണ്. 1st Julyയിലാണ് വിഡ്രോവൽ വരുന്നത്. അപ്പൊ 6 മാസത്തെ വിഡ്രോവൽ വരുന്നതിന് മുമ്പുള്ള ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എത്ര വരുന്നത്? 1,200 ആണ്. 40,000 into 6/100 ഇൻട്രസ്റ്റ് റേറ്റ്, പീരീഡ് 6/12. അപ്പൊ നമുക്ക് വരുന്നത് 1,200 ആണ്. അതിനുശേഷം എം എത്ര വിഡ്രോൺ ചെയ്തു എന്ന് പറഞ്ഞു? 10,000 rupees ആണ് വിഡ്രോൺ ചെയ്യുന്നതെന്ന് നമ്മൾ പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു. അപ്പൊ 40,000ൽ നിന്ന് 10,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 30,000 ആണ്. 30,000 ഈ 30,000 ആണ് ഇനി നെക്സ്റ്റ് ഇൻട്രസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് വരുന്ന പീരീഡ് നമ്മൾ ശ്രദ്ധിക്കണം. ജൂലൈയിലാണ് വിഡ്രോൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. 1st July നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം ഇവിടെ. കാരണം 1st July മുതൽ എന്ന് വരെയാണ്? 31st December വരെയാണ്. അപ്പൊ ഡിസംബറും ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. എത്ര മന്ത്സ് വന്നു? 6 months തന്നെ. ജൂലൈ മുതൽ ഡിസംബർ വരെ 6 months. അപ്പൊ നമ്മൾ എമൗണ്ടിന് വ്യത്യാസം വരും. ഇവിടെ വിഡ്രോൺ ചെയ്തപ്പോ 10,000 വിഡ്രോൺ ചെയ്തപ്പോ എമൗണ്ട് എത്രയായിട്ട് കുറഞ്ഞു? 30,000 ആയിട്ട് കുറഞ്ഞു. അപ്പൊ 30,000 into 6/100. 6/100 എന്താണ്? റേറ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ. into 6/12. ഈ 6/12 എന്ന് പറയുന്നത് എന്താണ്? പീരീഡ് ആണ്. അതായത് എന്ന് മുതൽ വിഡ്രോൺ ചെയ്തതിന് ശേഷമുള്ള പീരീഡ് ആണ്. ഓക്കെ, നമ്മൾ ബിഫോർ വിഡ്രോണും ആഫ്റ്റർ വിഡ്രോൺ 2 സ്റ്റെപ്പുകളായിട്ടാണ് ചെയ്യണമെന്ന് പറഞ്ഞു. ബിഫോർ വിഡ്രോണിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടെത്തി. ആഫ്റ്റർ വിഡ്രോണിന്റെ ഇൻട്രസ്റ്റ് ആണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ എത്രയാ വന്നത്? നമുക്ക് 900 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വരുന്ന
ടോട്ടൽ എമ്മിന്റെ ഇൻട്രസ്റ്റ് എത്രയാണ് 2100. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് എന്നിന്റെ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിന്റെ നമുക്ക് കൊണ്ടുവരുന്ന ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ് 30,000 ആണ്. 1st ജനുവരിയിലാണ് കൊണ്ടുവരുന്നത്. എന്നാണ് വിഡ്രോൺ ചെയ്യുന്നത്? 1st സെപ്റ്റംബറിലാണ് വിഡ്രോൺ ചെയ്യുന്നത്. 1st സെപ്റ്റംബർ എന്ന് പറയുന്ന ആ മന്ത്, സെപ്റ്റംബർ എന്ന് പറയുന്ന മന്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എവിടെ വരെ കാൽക്കുലേറ്റ് ചെയ്യണം? ജനുവരി മുതൽ ആഗസ്റ്റ് വരെ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്. എത്ര മന്ത്സ് വന്നു? 8 months ആണ് വന്നത് അല്ലെ? അപ്പൊ ബിഫോർ വിഡ്രോൺ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 30,000 into 6/100 റേറ്റ് ആണ്. ഇൻറ്റു പീരീഡ് 8/100. 8 എന്ന് പറയുന്നത് ജനുവരി ടു ആഗസ്റ്റ്. 8/12. അങ്ങനെ കിട്ടുന്നത് 1,200 തന്നെയാണ്. ദെൻ വിഡ്രോണിന് ശേഷം എത്ര രൂപയാണ് വിഡ്രോൺ ചെയ്യുന്നത്? എന്ന് 6,000 rupees ആണ്. നമ്മുടെ കയ്യിൽ ഓപ്പണിംഗിൽ എത്ര ഉണ്ടായിരുന്നു? 30,000 ഉണ്ടായിരുന്നു. 6,000 വിഡ്രോൺ ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്രയുണ്ട്? 24,000 ആണ് ക്യാപിറ്റൽ ആയിട്ടുള്ളത്. ഈ 24,000ന്റെ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ റേറ്റ് നമുക്ക് 6% അതിൽ മാറ്റമില്ല. പക്ഷെ മന്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എന്നാണ് അവർ വിഡ്രോൺ ചെയ്യുന്നത്? 1st സെപ്റ്റംബറിലാണ്. 1st സെപ്റ്റംബർ ഇൻക്ലൂഡ് ചെയ്യണം. എൻഡിങ് പീരീഡ് എത്രയാണ്? ഡിസംബർ ആണ്. അപ്പൊ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എത്ര മാസം വന്നു? 4 മാസം വന്നു. അപ്പൊ 4/12. 24,000 into 6/100 into 4/12 ടോട്ടൽ വരുന്നത് എത്രയാണ്? അപ്പൊ നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 480. നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഇൻട്രസ്റ്റ് കാണാം? 1,200 plus 480. അങ്ങനെ വരുന്ന ടോട്ടൽ ഇൻട്രസ്റ്റ് 1,680 ആണ് എന്നിന്റെ ഇൻട്രസ്റ്റ്. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ 4ാമത്തെ കേസ്. ഓക്കെ, 4 കേസസ് ആണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. 4 കേസസ് ഒന്നുകൂടി ഞാൻ പറയാം. ഫസ്റ്റ് കേസിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? അഡീഷണൽ ക്യാപിറ്റലോ വിഡ്രോവലോ ഇല്ലാത്ത കേസാണ് നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിന്റെ സഹായത്തോടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. രണ്ടാമത്തെ കേസിൽ എന്തായിരുന്നു? അഡീഷണൽ ക്യാപിറ്റൽ വന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ചെയ്യണമെന്ന് 2 സ്റ്റെപ്പുകളായിട്ട് നമ്മൾ കണ്ടിരുന്നു. മൂന്നാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞത് ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടെത്തിയിരുന്നു. 4ാമത്തെ കേസ് നമ്മളിപ്പോ പറഞ്ഞതാണ് വിഡ്രോവൽ വന്നു കഴിഞ്ഞാൽ, ക്യാപിറ്റലിൽ ആ വർഷം വിഡ്രോവൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണേ എന്നുള്ളത്. അതും നമ്മൾ ബിഫോർ വിഡ്രോവലും ആഫ്റ്റർ വിഡ്രോവലായിട്ട് 2 സ്റ്റെപ്പുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൽ കാൽക്കുലേഷനിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. 4 കേസസ് നന്നായി പഠിച്ചു വയ്ക്കുക. നമുക്ക് ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റത്തെ കാൽക്കുലേഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പോർഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ടിൽ എഴുതി വെക്കുക. അതുപോലെ തന്നെ നന്നായി വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനെയുള്ള പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. തന്നിരിക്കുന്ന പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ വായിച്ചു നോക്കാതെ വർക്ക്ഔട്ട് ചെയ്യുക. കൂടാതെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഇനിയും ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് നോട്ടിൽ എഴുതി വെക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. ഓക്കെ, താങ്ക് യു. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് കണ്ടു. അതിന്റെ പ്രോബ്ലംസ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പല മെത്തേഡിലൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പല രീതിയിൽ അത് ചോദിക്കാറുണ്ട്. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻ വേരിയസ് കേസസ്. ജസ്റ്റ് ഞാൻ ഫോർമുല മാത്രമാണ് പറഞ്ഞു പോകുന്നത്. നമ്മൾ മുമ്പ് വീഡിയോസിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. Where the date of drawings made during 12 months period is not given. 12 months എന്നുള്ള പീരീഡ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആവറേജ് ഓഫ് പീരീഡ് ഓഫ് 6 months എന്നുള്ള രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത് എല്ലാ മാസവും ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 6.5 months ആവറേജ് പീരീഡ് ഓഫ് 6.5 months. മിഡിൽ ഓഫ് എവറി മന്ത് ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആവറേജ് പീരീഡ് ഓഫ് 6 months. ലാസ്റ്റ് ഡേ ഓഫ് എവറി മന്ത് ആണെങ്കിൽ ആവറേജ് പീരീഡ് ഓഫ് 5.5 months. ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ അങ്ങനെയാണെങ്കിൽ ആവറേജ് പീരീഡ് ഓഫ് 7.5 months. മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ ആവറേജ് പീരീഡ് ഓഫ് 6 months. Then end of each quarter ആണെങ്കിൽ average period of 4.5 months. Then various dates are not clearly stated. Product മെത്തേഡിലാണ് നമ്മൾ ചെയ്യേണ്ടി വരിക. അതും നമ്മൾ പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളതാണ്. പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. അതും വളരെ എളുപ്പമുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ചെയ്ത് നോക്കുക. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ,
അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസുകൾ. അപ്പൊ എന്തായാലും ചെയ്ത് പഠിച്ചിട്ട് എക്സാമിന് പോവാം. Anand and Balan entered into a partnership contributing 50,000 and 30,000 respectively. They decided to share profit and losses in the ratio of 2:1. Anand was entitled to a salary of rupees 5,000 per annum. Interest on capital was to be provided 6% per annum. The drawings of Anand and Balan for the year ending 31st December 2015 were 6,000 and 5,000 respectively. Interest on drawings Anand 300, Balan 200 to be charged. The profit of the firm after providing Anand's salary and interest on capital and taking into account interest on drawings were 15,000. Prepare the capital account of partners assuming they maintain the accounts according to fixed capital method and fluctuating capital method. നമുക്കിവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുള്ളത് ആനന്ദ് ബാലൻ എന്ന് പറയുന്ന രണ്ട് പാർട്ട്നേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അവര് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 50,000 30,000 ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 2:1. ദെൻ സാലറി 5,000 ആണ് പെർ ആനം. അപ്പോൾ ഒരു വർഷത്തേക്ക് 5,000 ആണ് സാലറി. ആനന്ദിന്റെ സാലറിയാണ് തന്നിട്ടുള്ളത്, ബാലന് സാലറി ഇല്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാസ് ടു ബി പ്രൊവൈഡഡ് 6% പെർ ആനം. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ക്യാപിറ്റലുമുള്ള ഇൻട്രസ്റ്റ് 50,000 into 6/100, 30,000 into 6/100, അതാണ് നമുക്ക് ഇൻട്രസ്റ്റ് ക്യാപിറ്റലുമുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ദെൻ ഡ്രോയിങ്സ് ഓഫ് ആനന്ദ് ആൻഡ് ബാലൻ, ഡ്രോയിങ്സിന്റെ മോഡ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 6,000 and 5,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് തന്നിട്ടുണ്ട് 300 and 200. ദെൻ തന്നിട്ടുള്ളത് നമുക്ക് പ്രോഫിറ്റ് ആണ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് 15,000. അത് നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് രണ്ട് മെത്തേഡ് അനുസരിച്ചും ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ചെയ്യണമെന്ന് നോക്കാം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് ടൈപ്പ് അക്കൗണ്ട് നമ്മളവിടെ പ്രിപ്പയർ ചെയ്യും. ഒന്ന് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും മറ്റൊന്ന് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും. അപ്പോൾ നമുക്ക് എന്താണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആദ്യം നോക്കാം. നമുക്കിവിടെ നമ്മൾ ഒറ്റ ഫോർമാറ്റിൽ തന്നെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. നമുക്കിത് വേണമെങ്കിൽ ആനന്ദ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിലും അതുപോലെ തന്നെ ടൈമും ലാഭിക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഒരുമിച്ച് ചെയ്യുന്നതാണ്. ഒരു കോളം കൂടി കൊടുത്താൽ മതി. അപ്പോൾ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ആനന്ദ് ബാലൻ, രണ്ട് കോളം, എമൗണ്ട് കോളത്തിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, ആനന്ദ് എന്നും ബാലൻ എന്നും കൊടുക്കുക. ദെൻ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ആനന്ദ് ബാലൻ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ടുള്ളത്. ദെൻ നമ്മൾ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ആണ് ക്യാഷ്, അതായത് നമുക്ക് ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരുന്നത് 50,000 ആണ്. അപ്പോൾ 50,000 അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് നമ്മൾ എഴുതാറ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു, ബൈ ക്യാഷ് 50,000 30,000. ക്യാഷ് 50,000 30,000 നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അത് നമ്മൾ എടുത്ത് എഴുതി. വേറെ ഒരു ഐറ്റംസ് നമുക്ക് വിഡ്രോവൽസോ കാര്യങ്ങളോ ഒന്നുമില്ല, പേഴ്സണൽ വിഡ്രോവൽസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമുക്കത് ചെയ്യാം, പെർമനന്റ് വിഡ്രോവൽസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഈ എമൗണ്ട് തന്നെ നമുക്ക് ക്യാരി ഡൗൺ ചെയ്യാം. അങ്ങനെ ബാലൻസ് നമുക്ക് കിട്ടുന്നത് ഈ 50,000 30,000 ബാലൻസ് ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് ബാലൻസ് കിട്ടുന്നത് എത്രയാണ്, 50,000 30,000 ആണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്ക് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. നമുക്ക് ആകെ ഒരു ഐറ്റമാണ് ഇവിടെ വന്നിട്ടുള്ളത്, ക്യാഷ്. അത് തന്നെ നമുക്ക് ബാലൻസ് ആയിട്ട് വന്നു. നെക്സ്റ്റ് നമ്മൾ ഇയറിലേക്ക് അത് എന്ത് ചെയ്തു, ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് 50,000 and 30,000. നമുക്കിനി പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ ആണ് നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ചെയ്തത്. ഇനി ബാക്കി വരുന്ന എല്ലാ ഐറ്റംസും നമ്മൾ എടുക്കുന്നത്, എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും എടുക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു, പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലാണ്. അപ്പൊ നമ്മൾ പ്രോബ്ലം വായിച്ചതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത്, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പാർട്ട്ണറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് സാലറി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ഇൻക്രീസ് ആവാൻ സഹായിക്കുന്നതാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ക്യാപിറ്റൽ കുറയുന്നതാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഈ സൈഡാണ് നമ്മൾ എടുക്കുന്നത്.
നമുക്ക് നോക്കാം, ഓരോ ഐറ്റംസ് ആയിട്ട് നമ്മൾ നോക്കാം. ആദ്യം നമുക്ക് സാലറി, ആനന്ദിന്റെ സാലറി തന്നിട്ടുണ്ട്. ആനന്ദ് വാസ് എൻറ്റൈറ്റിൽഡ് ടു സാലറി 5,000 per annum. അപ്പൊ നമ്മൾ സാലറി എന്ന് എഴുതി, ആനന്ദ് സാലറി എന്ന് എഴുതി നമ്മൾ സാലറി 5,000 എന്നുള്ളത് നമ്മളിവിടെ കാണിക്കുന്ന ഫോർമാറ്റ് നന്നായി പഠിച്ചിരുന്ന വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ സാലറി ആനന്ദിന്റെ കുളത്തിലാണ് നമ്മൾ സാലറി 5,000 എഴുതേണ്ടത്. ബാലന് സാലറി ഇല്ല, അതുകൊണ്ട് നമ്മളവിടെ ഒന്നും എഴുതുന്നില്ല. Then ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാസ് പ്രൊവൈഡഡ് 6%. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കാണാൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാം ആനന്ദിന്റെ ക്യാപിറ്റൽ 50,000 ആയിരുന്നു. 50,000 into 6/100. അപ്പൊ നമുക്ക് വരുന്നതാണ് 3,000. 50,000 into 6/100 is 3,000. Then 30,000 into 6/100 ആണ് നമുക്ക് 1,800 വരുന്നത്. 30,000 into 6/100 1,800. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ വരുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് മറ്റൊരു ഐറ്റം ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താണ്? അത് ക്യാപിറ്റൽ കുറയുന്ന ഒരു ഐറ്റമാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയാലും ക്യാപിറ്റൽ കുറയുന്നതാണ്. നമുക്ക് തന്നിട്ടുള്ളത് പ്രോഫിറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. പ്രോഫിറ്റ് 15,000 ആണ് പ്രോഫിറ്റ് തന്നിട്ടുള്ളത്. 15,000 ആണ് പ്രോഫിറ്റ് ഉള്ളത്. അത് നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ, അതായത് ആനന്ദിനും ബാലനുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതിന് നമുക്കൊരു റേഷ്യോ തന്നിട്ടുണ്ട് ഇവിടെ, 2:1. 2:1. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണേന്ന് നോക്കാം. 15,000 into 2 എന്ന് പറയുന്നതാണ് ഇത്, by 3. 3 എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടിയത്? 2 + 1 ആണ് 3. 2 + 1. അങ്ങനെ നമുക്ക് 15,000 into 2/3 കിട്ടി. അപ്പൊ നമുക്ക് വരുന്നതാണ് 10,000. Then ഷെയർ ഓഫ് പ്രോഫിറ്റ് 15,000 into 1/3. അപ്പൊ നമുക്ക് വരുന്നതാണ് 5,000. അപ്പോൾ നമുക്ക് ഐറ്റംസ്, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട പ്രോഫിറ്റ് ഇങ്ങനെയൊക്കെയാണ്. ആനന്ദിന് വരുന്നത് 10,000 പ്രോഫിറ്റ് ആയിട്ട് പോവും. 5,000 ഷെയർ ഓഫ് പ്രോഫിറ്റ് ആർക്ക് പോവും? ബാലനും പോവും. ഓക്കെ, വന്നിട്ടുള്ളത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. ഇനി നമുക്ക് ക്യാപിറ്റൽ കുറയാനായിട്ടുള്ള കാരണമാകുന്ന ഘടകങ്ങളിലേക്ക് വരാം. ഒന്ന്, ഡ്രോയിങ്സ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രോയിങ്സ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 6,000 5,000. അപ്പോൾ 6,000 5,000 നമ്മൾ എഴുതി. ദെൻ മറ്റൊന്നാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുള്ളത് 300 200. അതും നമ്മൾ എടുത്ത് എഴുതി. ദെൻ മറ്റൊന്നാണ്, ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒന്നുകൂടി പറയാം, പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിൽ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരാത്ത എല്ലാ ഐറ്റംസും നമ്മൾ എഴുതുന്നത് പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലാണ്. ക്രെഡിറ്റ് സൈഡിൽ ക്യാപിറ്റലിനെ വർദ്ധിപ്പിക്കുന്ന, അതായത് പാർട്ട്നേഴ്സിന് ഇൻകം ആയിട്ട് വരുന്ന, പാർട്ട്നേഴ്സിന് ലാഭം അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ വർദ്ധിക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ കുറയ്ക്കാനായിട്ട് കാരണമാകുന്ന കാര്യങ്ങളാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. അപ്പൊ ഇത്രയും ഐറ്റംസ് നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് 18,000, ഇവിടെ 6,800 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കിയപ്പോൾ ഈ സൈഡ് കുറവാണ്. അപ്പോൾ നമുക്ക് ബാലൻസ് വരുന്നത് 11,700 ആണ് ഇവിടെ ബാലൻസ് വരുന്നത്. ബാലന് വരുന്നത് 1,600 ആണ്. 1,600 ആണ് ഇവിടെ ബാലൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 11,700ഉം 1,600ഉം നമ്മളത് അടുത്ത വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡ്രോ ഡൗൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് നമ്മൾ രണ്ട് അക്കൗണ്ടുകൾ ഇവിടെ പ്രിപ്പയർ ചെയ്തു. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും മറ്റൊന്ന് പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടും. അപ്പോൾ വളരെ എളുപ്പമാണ്, പക്ഷേ പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഫിക്സഡ് ക്യാപിറ്റലോ അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലോ ചോദിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും കൂടി ഇതുപോലെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പോൾ ഇതിന്റെ ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് നമ്മൾ പറഞ്ഞു, ഈ പ്രോബ്ലത്തിനെ നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലും ചെയ്യണമെന്ന് പറഞ്ഞു. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിന്റെ പ്രത്യേകത നമുക്കറിയാം, അതിൽ ഒരു അക്കൗണ്ട് മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നത്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ഐറ്റംസും എല്ലാ അഡ്ജസ്റ്റ്മെന്റുകൾ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അങ്ങനെ വരുന്ന എല്ലാ ഐറ്റംസും നമ്മൾ എഴുതുന്നത് ഈ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. ഏത് മെത്തേഡ് പ്രകാരം? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് എന്നുള്ളത്. ഫോർമാറ്റ്, അതായത് നമുക്ക് വരയ്ക്കേണ്ട അതൊക്കെ സെയിം തന്നെയാണ്. ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ആനന്ദ് ബാലൻ, ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ആനന്ദ് ബാലൻ. നമുക്കൊരു ഐറ്റം മാത്രമാണ് ഇവിടെ വ്യത്യാസമുള്ളത്. നമ്മൾ
ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൽ എഴുതിയിരുന്ന ക്യാഷ് എന്നുള്ള ഐറ്റം അത് ഒറ്റയ്ക്കാണ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൽ എഴുതിയിരുന്നത്. അത് നമ്മൾ പാർട്ട്നേഴ്സിന്റെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷ് എന്ന് പറയുന്നത് എഴുതുന്നത് ആദ്യമായിട്ട് എഴുതുന്നത് ഒരു ഐറ്റം ആണ്. അപ്പോൾ അത് നമ്മൾ എഴുതുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. 50,000 30,000 അവർ കൊണ്ടുവന്ന ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ എന്നല്ല നമ്മൾ പറയാറ്. അപ്പോൾ അതുപോലെ തന്നെ ക്യാപിറ്റലിന്റെ അക്കൗണ്ടിൽ ബൈ ക്യാഷ് 50,000 30,000 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെയാണ്, സെയിം ആണ്. നമുക്കൊന്നുകൂടി പറഞ്ഞു പോവാം. സാലറി ആനന്ദ് 5,000, ബാലൻ നില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 50,000 ക്യാപിറ്റലിന്റെ 50,000 ഇൻറ്റു 6/100 3,000. 30,000 ബാലൻ കൊണ്ടിട്ടുള്ള ക്യാപിറ്റൽ 30,000 ആണ്. ഇൻറ്റു 6/100 1,800. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അതിലേക്കാണ് അവരുടെ പ്രോഫിറ്റിന്റെ വിഹിതം പോകുന്നത്. അപ്പൊ അതില് നമുക്ക് ആനന്ദിന് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. 15,000 ആണ് ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുള്ളത്. അതില് ആനന്ദിന്റെ വിഹിതം കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്. 2:1 ആണ്. അപ്പോൾ 2/3 ആണ് എന്ത് വരുന്നത്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ട് വരുന്നത് ഇവിടെ. 2/3, 2 + 1 ആണ് 3 വരുന്നത്. 2 എന്ന് പറയുന്നത് ആനന്ദിന്റെ പോർഷനാണ്. അപ്പോൾ 2/3 ആനന്ദിന് 10,000 ആണ്. 15,000-ൽ 10,000 പ്രോഫിറ്റ് കിട്ടുന്നത് ആനന്ദിനാണ്. ബാക്കി നമ്മൾ ബാലന്റെ കണ്ടുപിടിക്കാനായിട്ട് 15,000 ഇൻറ്റു 1/3 ആണ്. അപ്പോൾ 1/3 എന്നത് 5,000 ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ കുറയാനായിട്ട് കാരണമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത്. ഡ്രോയിങ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഡ്രോയിങ്സ് 6,000 5,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 300 200. ദെൻ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് കണ്ടെത്തണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 68,000-ഉം 36,800 ആണ് ടോട്ടൽ വരുന്നത്. ദെൻ നമ്മളിവിടെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ സൈഡിൽ ആകെയുള്ളത് 6,300-ഉം 5,200 ആണ്. അപ്പോൾ നമ്മൾ ഒരു കോളായിട്ട് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 61,700-ഉം 31,600 ആണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട്. അതാണ് നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് വരുന്നത്. അത് നമ്മൾ അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യുന്നു, ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ഓപ്പൺ ബാലൻസ് ബ്രോഡ് ഡൗൺ ആയിട്ട് നമ്മളിവിടെ കാണിക്കുന്നു. 61,700 ആൻഡ് 31,600. ഇങ്ങനെയാണ് നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, രണ്ട് തരത്തിലുള്ള മെത്തേഡാണ്. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും മറ്റൊന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ രണ്ട് അക്കൗണ്ടുകൾ നമ്മൾ ഓപ്പൺ ചെയ്യും. ഒന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റലും മറ്റൊന്ന് പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ടും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഓൺലി 1 അക്കൗണ്ട് ആണ്. അതാണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതുന്നതും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ എഴുതുന്നതും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോബ്ലം. അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. ഫോർമാറ്റ് പഠിച്ചിരുന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു ഐറ്റംസ് നമ്മൾ ഇവിടെ തന്നിട്ടുള്ളത് കൃത്യമായി വായിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫോർമാറ്റും അറിയുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആയാലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആയാലും എല്ലാവരും ഈ പ്രോബ്ലം നോട്ട്ബുക്കിൽ ചെയ്യുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു. 6th one. R and S started business on 1st January 2009. ആറും എസും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 2009-ലാണ്. On 1st January 2012, R had a capital balance of ₹80,000. ജനുവരി 2012 ആയപ്പോൾ ആറിന്റെ ക്യാപിറ്റൽ ബാലൻസ് 80,000-ഉം എസിന്റെ ക്യാപിറ്റൽ 60,000-ഉം ആണ്. According to partnership deed, interest on capital and drawings are 12% and 10% respectively. Interest on capital വരുന്നത് 12%-ഉം drawings വരുന്നത് 10%-ഉം ആണ്. R and S are to get ₹2,000 and ₹3,000 as salary per month. മന്ത്ലി സാലറി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആറിന് കിട്ടുന്ന മന്ത്ലി സാലറി 2,000-ഉം എസിന് കിട്ടുന്നത് 3,000-ഉം ആണ്.
The profit for the year ending 31st December 2012 before making the above appropriation rupees 1,300,000. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള അപ്രോപ്രിയേഷൻ എമൗണ്ട് 1,300,000 ആണ് തന്നിട്ടുള്ളത്. പ്രോഫിറ്റ് തന്നിട്ടുള്ളത് 1,300,000 ആണ്. ഡ്രോയിങ്സ് ഓഫ് R and S were rupees 40,000 and 50,000 respectively. ഡ്രോയിങ്സ് നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? ഡ്രോയിങ്സ് ഓഫ് R and S ഡ്രോയിങ്സ് നമുക്ക് തന്നിട്ടുള്ളത് 40,000 അതുപോലെ തന്നെ എന്താണ് 50,000 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് amounted to 2,000 and 2,500. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് തന്നിട്ടുള്ളത് 2,000 അതുപോലെ തന്നെ 2,500 ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് assuming that capital are fluctuating. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചിട്ടാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 4:3 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 4:3 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒന്നുകൂടി നമുക്ക് പറയാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ നമുക്ക് പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്. കൂടാതെ ആറിന്റെയും എസിന്റെയും സാലറി തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പ്രോഫിറ്റിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ഡ്രോയിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇൻഫർമേഷൻ വെച്ച് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനും അതുപോലെ തന്നെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തയ്യാറാക്കണം. നമ്മളോട് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും തയ്യാറാക്കാനാണ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം എഴുതുന്ന ഐറ്റം എന്താണ്? നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണ് എഴുതാറുള്ളത്. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട നെറ്റ് പ്രോഫിറ്റും ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ എഴുതുന്നത്. അപ്പൊ ഇവിടെ വരുന്ന പ്രോഫിറ്റ് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 1,300,000 ആണ് തന്നിട്ടുള്ളത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അത് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? ആറിന്റെ 2,000 എസിന്റെ 2,500 ആണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഫേമിനെ സംബന്ധിച്ച് എന്താണ്? ഇൻകം ആണ്. അതുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ അത് എഴുതുന്നത്. ഇനി നമുക്ക് ഡെബിറ്റ് സൈഡിൽ നിന്ന് പോവാം. ഡെബിറ്റ് സൈഡിൽ നമുക്ക് വരുന്നത് ഫേമിനെ സംബന്ധിച്ച് വരുന്ന എക്സ്പെൻസസ് ആണ്. സാലറി എത്രയാണ്? ആറിന്റെ മന്ത്ലി സാലറി നമുക്കറിയാം 2,000 ആണ്. 2,000 into 12 24,000 ആണ് വരുന്നത്. 24,000 ആണ് ആറിന്റെ ഇയർലി സാലറി വരുന്നത്. എസിന്റെ മന്ത്ലി സാലറി നമുക്കറിയാം 3,000 ആണ്. 3,000 into 12 36,000 ആണ് എസിന് വരുന്ന ഇയർലി സാലറി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 80,000 തന്നിട്ടുണ്ട്. പെർസെന്റേജ് നമുക്കറിയാം ഇൻട്രസ്റ്റ് 12% ആണ്. അപ്പൊ 80,000 into 12/100 9,600. എസിന്റെ വരുന്നത് 60,000 into 12/100 7,200. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് അറിയാം. നമ്മൾ എഴുതി 9,600 7,200 എഴുതി. ദെൻ പ്രോഫിറ്റ് ഇനി നമുക്ക് വരുന്നത് ബാലൻസ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കിയിട്ട് നമുക്കത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്യാം. അപ്പൊ ഇത്രയും ഐറ്റംസ് ഡെബിറ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞു സാലറി വന്നു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വന്നു. ക്രെഡിറ്റ് സൈഡിൽ വന്നത് നെറ്റ് പ്രോഫിറ്റ് വന്നു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വന്നു. ഇനി അതിനുശേഷം നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ നമുക്ക് വരുന്നത് 1,04,800 ആണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലുള്ളത്. ബാക്കി നമ്മൾ ഐറ്റംസ് സാലറി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എമൗണ്ട് കിട്ടും. അതിനെ നമ്മൾ 1,04,800 നിന്ന് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ബാലൻസിങ് എമൗണ്ട് 28,000 ആണ്. 28,000 ആണ്. ഈ 28,000 നമ്മൾ എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആറിന് എത്ര ഡിവൈഡ് ചെയ്യണം, എസിന് എത്ര ഡിവൈഡ് ചെയ്യണം നമ്മൾ എങ്ങനെയാ നോക്കുക? നമുക്ക് അതിൽ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്. ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് പറയുന്നത് 4:3 ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പൊ നമുക്ക് വരുന്ന ടോട്ടൽ 28,000നെ 4:3 അതായത് 4/7 ആണ് ആറിന് വരിക. 4:3 എന്ന് പറയുമ്പോൾ 4+3. അപ്പോൾ 28,000 into 4/7 എസിന്റെ എത്ര വരുന്നത്? 28,000 into 3/7 ആണ് വരിക. അങ്ങനെ ടോട്ടൽ 28,000 ആണ് നമുക്ക് എന്ത് വരുന്നത്? പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 28,000നെ നമ്മൾ ആറിന്റെ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും എസിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ടോട്ടൽ വരുന്നത് 1,04,800.
ഓക്കെ, ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഇതിന്റെ ഫോർമാറ്റ് പഠിച്ചിരുന്ന വളരെ എളുപ്പമായിട്ട് നമുക്ക് തയ്യാറാക്കാം. ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഫേമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഫേമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ ഡെബിറ്റ് സൈഡിലുള്ളത് എക്സ്പെൻസസും ക്രെഡിറ്റ് സൈഡിലുള്ളത് എന്താണ്, ഇൻകം ആണെന്ന് ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിന്റെ പ്രത്യേകത എന്താണ്? ആകെ ഒരു അക്കൗണ്ട് മാത്രമാണ് അവിടെ പ്രിപ്പയർ ചെയ്യുക. എന്താണത്? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അപ്പൊ നമുക്ക് വരുന്ന ഓപ്പണിംഗ് ബാലൻസ് ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്. ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 80,000. ക്യാപിറ്റൽ അക്കൗണ്ട് ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ബാലൻസ് എമൗണ്ട് ഓപ്പണിംഗ് ആയിട്ട് കാണിക്കുക. 80,000 ആണ് ആറിന് വരുന്നത്. എസിന് 60,000 വരുന്നു. ദെൻ സാലറി, അതായത് പാർട്ട്നേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ ഇതെന്താണ്? ക്രെഡിറ്റ് സൈഡിൽ വരുന്നതെല്ലാം പാർട്ട്നേഴ്സിനെ സംബന്ധിച്ച് എന്താണ്? ഇൻകം ആണ്. ഡെബിറ്റ് സൈഡിലുള്ളത് എക്സ്പെൻസസ് ആണ്. ഓക്കെ, നേരെ റിവേഴ്സ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ നേരെ റിവേഴ്സ് ചിന്തിച്ചാൽ മതി. ഡെബിറ്റ് സൈഡിലുള്ളത് ഇവിടെ എക്സ്പെൻസസും ക്രെഡിറ്റ് സൈഡിലുള്ളത് ഇവിടെ ഇൻകം ആണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ. ദെൻ സാലറി എത്രയാണ് വരുന്നത്? സാലറി വരുന്നത് 24,000 ഉം 36,000 ആണ് സാലറി വരുന്നത്. അപ്പൊ സാലറി എന്ന് പറയുന്നത് 2,000 into 12/100, 2,000 into 12, 12/100 ഇല്ല, 2,000 into 12, then 3,000 into 12, അങ്ങനെ 24,000 ഉം 36,000 ഉം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ അതിന്റെ കാൽക്കുലേഷനും കണ്ടു കഴിഞ്ഞതാണ്. 80,000 into 12/100 ആണ് 9,600, then 60,000 into 12/100 ആണ് 7,200. Then profit and loss appropriation നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് 28,000 എന്ന് പറയുന്ന പ്രോഫിറ്റിനെ നമ്മൾ 4:3 ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ ഡെബിറ്റ് സൈഡിൽ. അപ്പൊ അങ്ങനെ വരുന്ന 60,000 പ്രോഫിറ്റും ആറിന്റെ 12,000 പ്രോഫിറ്റും നമ്മൾ ഈ പാർട്ട്നേഴ്സിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. ആ വരുന്ന പ്രോഫിറ്റ് നമ്മൾ ഇവിടെ എഴുതി. ദെൻ ഇനി വരുന്ന എക്സ്പെൻസസ്, പാർട്ട്നേഴ്സിന് എന്തെല്ലാം എക്സ്പെൻസസ് വരുന്നു അതൊക്കെ നമ്മൾ എന്തിവിടെ കാണിക്കണം? ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഡ്രോയിങ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഡ്രോയിങ്സിന്റെ എമൗണ്ട് എത്രയാണ്? 40,000 ആണ് തന്നിട്ടുള്ളത്. ഡയറക്റ്റ് തന്നിട്ടുണ്ട് 40,000, then 50,000. 40,000 എഴുതി, then 50,000 എഴുതി. പിന്നെ തന്നിട്ടുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതും നമുക്ക് ഡയറക്റ്റ് എമൗണ്ട് തന്നിട്ടുണ്ട് 2,000, 2,500. ഇത്രയും ഐറ്റംസ് എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ആറിന്റെ ടോട്ടൽ വരുന്നത് 1,29,600 ഉം എസിന്റെ ടോട്ടൽ 1,15,200 ഉം. ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലായിട്ടുള്ളത്. നമ്മളത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 87,600. ആർക്ക് വരുന്നത്? ആറിന് വരുന്നത്. ദെൻ ബാലൻസ് ചെയ്യുമ്പോൾ എസിന് വരുന്നത് 62,700. ടോട്ടൽ നമ്മൾ രണ്ട് സൈഡിലും എടുത്തെഴുതാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം തയ്യാറാക്കുന്നത്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നിങ്ങൾ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എക്സസൈസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ എല്ലാവരും ചെയ്ത് പഠിക്കുക നന്നായിട്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയാലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും ക്വസ്റ്റ്യൻസുകൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.